ഹലോ ഫ്രണ്ട്സ്, സൈഫർ ലാബ്സിലെ ജിജോ ആണ്. ഇന്ന് നമ്മൾക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് പോക്കോൻ്റെ X3 എന്ന മോഡലാണ്. പോക്കോൻ്റെ ഒരു X2 എന്നൊരു മോഡൽ ഇറങ്ങിയിരുന്നു. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വെർഷനായിട്ടാണ് അവർ ഈ 2020 നമുക്ക് ഒരു X3 എന്നൊരു മോഡൽ ഇറക്കിയിരിക്കുന്നത്. മെയിൻലി ഇപ്പോൾ പോക്കോ X2 എന്ന മോഡൽ ഒരുപാട് യൂസേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൽ നിന്ന്, അതായത് X2 എന്ന മോഡലിൽ നിന്ന് X3 എന്ന മോഡലിലേക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബോക്സ്. ഒരു ബ്ലാക്ക് കളറിൽ യെല്ലോ ഫോണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്, നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിൽ പോക്കോ ബ്രാൻഡിങ് X3 എന്ന മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 128 ഹെഡ്സ് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ഓൾസോ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലാണ് കൂടുതൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ 6GB 64GB മോഡലാണ്. ഇത് കൊബാൾട്ട് ബ്ലൂ ആണ് ഇതിൻ്റെ കളറ്. ഇപ്പോൾ പ്രോസസറിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അവർ X3 അവർ ഉപയോഗിച്ചിരിക്കുന്നത് 732G ആണ്, സ്നാപ്ഡ്രാഗണിൻ്റെ 732G. X2 അത് 730G ആയിരുന്നു. അപ്പോൾ ആ ഒരു X2 അപ്പോൾ ഈ 732G വന്നപ്പോൾ വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് മെയിൻലി അവർ GPU ഇമ്പ്രൂവ് ചെയ്ത് Adreno 618 GPU ആണ്. പ്ലസ് അതിൻ്റെ ഒപ്പം ഒരു 15% എക്സ്ട്രാ പ്രോസസ്സിങ് അവർ കൊണ്ടുവന്നു. ആ ഒരു പിന്നെ ഒരു അവരുടെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ തന്നെ 4th ജനറേഷൻ AI ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ കുറേയും കൂടി ക്യാമറ ക്വാളിറ്റിയും പിന്നെ ഇതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാറ്ററിയിലാണ് അവർ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. X2 അവർ 4500 mAh ബാറ്ററി ആയിരുന്നു. പക്ഷേ X3 അവരത് 6000 mAh ആക്കി ഇമ്പ്രൂവ് ചെയ്തു. 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് 64 മെഗാ പിക്സലിൻ്റെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൽ സോണിയുടെ IMX 682 സെൻസറാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു 20 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ 240 ഹെഡ്സിൻ്റെ ടച്ച് സെൻസിറ്റിവിറ്റി, അതായത് ടച്ച് സാമ്പിളിങ്, അത് 240 ഹെഡ്സ് ആണ് അവർ തരുന്നത്. അതൊരു നല്ലൊരു ഫീച്ചർ. ഗെയിമിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ Type-C പോർട്ടാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. ഒരു Type-C കേബിൾ ഉണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അവർ 10 വാട്ട്സ് റിവേഴ്സ് ചാർജിങ് ഉണ്ട്. അത് ഫോൺ ടു ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോൺ. ഒരു നല്ലൊരു ഡീസൻറ്റ് പാക്കിംഗ് ആണ് അവർ തന്നിരിക്കുന്നത് പോക്കോൻ്റെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് അവരുടെ ഒരു മെറ്റാലിക് ഫിനിഷിംഗ് ഉള്ള കൊബാൾട്ട് ബ്ലൂ ആണ് ഫോൺ. ഓക്കെ, ഇതാണ് നമ്മളുടെ 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. പിന്നെ നമ്മളുടെ Type-C കേബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫോൺ. ഇത് അത്യാവശ്യം, അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കാണാൻ പറ്റും, നമ്മളുടെ കയ്യിലിപ്പോൾ ഇത് നിറഞ്ഞ് നിൽക്കുകയാണ്. 225 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ള ഡീസൻറ്റ് വെയിറ്റുള്ള ഫോണാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇവരുടെ ക്യാമറ സെറ്റപ്പ്. 64 മെഗാ പിക്സൽ ക്യാമറ, കോഡ് ക്യാമറ സെറ്റപ്പാണ്. ഇത് അവർ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ ബൈ പോക്കോ എന്ന പ്രിൻറ്റിംഗ് ഉണ്ട്. പിന്നെ ഈ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ലൊരു ഡീസൻ്റായിട്ട് ഈ ഒരു ബ്ലൂവിൽ ഈ സെൻട്രലായിട്ട് അവരൊരു മെറ്റാലിക് ഫിനിഷിങ് വിത്ത് പോക്കോ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടാണ് തോന്നിയത്. അത് നമ്മളിപ്പോൾ കയ്യിൽ കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഡീസൻറ്റ് ലുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, ബാക്കിലല്ല ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ്, സൈഡിൽ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വോളിയം റോക്കേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ സിം ഇജക്റ്റിംഗ് ട്രേ ഉണ്ട്, നമുക്കത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ടോപ്പിൽ വരികയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ നമുക്കൊരു ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്. പിന്നെ ഒരു സെക്കൻഡറി മൈക്ക് ഉണ്ട്, നോയിസ് ക്യാൻസലിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കും. പിന്നെ ഈ ഫോൺ ഒരു ഡ്യുവൽ സ്പീക്കർ ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടോപ്പിലൊരു സ്പീക്കർ ഔട്ട് ഉണ്ട്. ഇപ്പോൾ ബാക്കിലോട്ട് നമുക്ക് താഴെ വരികയാണെങ്കിൽ നമ്മളുടെ 3.5mm ജാക്ക്, Type-C പോർട്ട്, പിന്നെ ഇതിൻ്റെ സ്പീക്കർ ഔട്ട്, പ്രൈമറി മൈക്ക്, ഇതെല്ലാമാണ് മെയിനായിട്ട് ഈ ഇതിൻ്റെ ഫോണിൻ്റെ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ ഡിസ്പ്ലേ വരികയാണെങ്കിൽ ഇപ്പോൾ പഞ്ചോൾ ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ഒരു 20 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം ഉണ്ട്. നമുക്കിത് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാം. നമുക്ക് ഫോൺ ഇപ്പോൾ ബൂട്ടിംഗ് ആണ്, MIUI. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ പവർ ബട്ടണും ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും സെയിം ഒരു ബട്ടണിലാണ് ഇവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
X3യുടെ ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. ഡീസൻ്റ് ആയിട്ടാണ് ബെസൽസ് എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോൺ ബൂട്ടായി ഒരു നല്ലൊരു ഹോം സ്ക്രീൻ നമുക്ക് കാണാം. പിന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷൻസ് അവർ പ്രീ ഇൻസ്റ്റാൾഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ് ടൈമിൽ കുറച്ച് നമ്മൾ ആവശ്യമുള്ള ആപ്സ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് ആപ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അതല്ലാതെ പോക്കോ തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറച്ച് ആപ്സ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ കാറ്റഗറൈസ് ചെയ്യാം. അതെല്ലാം വോയിസിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വരികയാണെങ്കിൽ ഇപ്പോൾ എബൌട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ MIUI പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു 19 GB ഓൾറെഡി യൂസ്ഡ് ആണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് വേർഷൻ 10 ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോക്കോ ഈ ഒരു ഫോണിൽ നമുക്ക് IP53 എന്ന സ്പെസിഫിക്കേഷൻ, അതായത് സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടാണ് അവർ തരുന്നത്. വാട്ടർ പ്രൂഫ് അല്ല, സ്പ്ലാഷ് പ്രൂഫ് ആയിട്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ രീതിയിലെല്ലാം സ്പ്ലാഷ് എല്ലാം പ്രൂഫ്ഡാണ്. ഓക്കെ, പിന്നെ ഡിസ്പ്ലേയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഞാൻ ഓൾറെഡി പറഞ്ഞു 128 ഹെർട്സ് ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. അതൊരു നല്ലൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഗെയിമേഴ്സിനായാലും അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ ഒരു വ്യൂവിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂത്ത് സ്ക്രോളിംഗ് കാണാൻ സാധിക്കും. പിന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. നമുക്ക് ആ ഒരു ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം. പിന്നെ ഇതിൻ്റെ വേറൊരു ടച്ച് സെൻസിറ്റിവിറ്റി, അതായത് 240 ഹെർട്സ് ടച്ച് സെൻസിറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതും നമുക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ആണ്. അതായത് ഹാർഡ് കോർ ഗെയിമേഴ്സിന് അതൊരു ഗെയിം പെർസ്പെക്റ്റീവിൽ അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ സിം ട്രേ നമുക്ക് ചെക്ക് ചെയ്താൽ കാണാം. ഇപ്പോൾ നമുക്ക് സിം ട്രേ ചെക്ക് ചെയ്യാം. ഹൈബ്രിഡ് സ്ലോട്ടാണ്, അതായത് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ഇല്ല. അപ്പോൾ അതും ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് പോക്കോ X3യുടെ ക്യാമറ ഇൻ്റർഫേസ്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഫോട്ടോ നമുക്ക് താഴെ എല്ലാ മോഡ്സും ഉണ്ട്. ഡിഫോൾട്ടായിട്ട് വരുന്ന ഫോട്ടോ ആണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്രോ മോഡുണ്ട്. ഈ ഒരു പ്രോ മോഡിൽ നമുക്കൊരു പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫി, നമ്മളുടെ പ്രൊഫഷണൽ സ്കിൽസ് നമുക്ക് ട്രൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം നിലവിൽ വൈറ്റ് ബാലൻസ്, ഫോക്കൽ ലെങ്ത്ത്, ഷട്ടർ സ്പീഡ്, പിന്നെ ISO അങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഒരു പ്രൊഫഷണൽ മോഡ്, അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തരുന്നതിനകത്ത് നിന്ന് മാറി നമ്മളുടേതായ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി സ്കില്ല് ട്രൈ ചെയ്യാം. പിന്നുള്ളത് വീഡിയോ മോഡ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വൈഡ് ആംഗിൾ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ കുറച്ചും കൂടിയൊക്കെ ക്ലോസ് വീഡിയോ എടുക്കാൻ നമുക്ക് ആ ഒരു റൈറ്റ് സൈഡിൽ 2x ഓപ്ഷൻ ഉണ്ട്. ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 1x ആയിരിക്കുള്ളൂ. പിന്നുള്ളത് നമ്മളുടെ നോർമൽ ഫോട്ടോഗ്രാഫി മോഡ്. ഇവിടെയും ഇതുപോലെ തന്നെ നമുക്കൊരു വൈഡ് ആംഗിൾ ഫോട്ടോഗ്രാഫി അവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചും കൂടി ക്ലോസ് ഫോട്ടോഗ്രാഫി തരുന്നുണ്ട്. പിന്നുള്ളത് ഇപ്പോൾ എല്ലാ ഫോണുകളിലെയും ഇപ്പോൾ ഒരു പോപ്പുലറായി നിൽക്കുന്ന ഈ പോർട്രേറ്റ് മോഡാണ്. നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എഫക്റ്റ് അങ്ങനത്തെ എല്ലാം അതും പോക്കോയിൽ തരുന്നുണ്ട് X3. പിന്നുള്ളത് മോർ ഓപ്ഷൻ. ഈ ഒരു മോർ ഓപ്ഷനിലാണ് നമ്മൾക്ക് നിലവിൽ ഇപ്പോൾ 64 മെഗാ പിക്സൽ സെലക്ട് ചെയ്യാം, നൈറ്റ് മോഡ് സെലക്ട് ചെയ്യാം, പിന്നെ പനോറമിക് വ്യൂ എടുക്കാം, സ്ലോ മോഷൻ, ടൈം ലാംസ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം നമുക്ക് മോറിൽ നിന്ന് കിട്ടും. പിന്നെ ഇവർ നമുക്ക് തരുന്ന ഒരു വ്ളോഗേഴ്സിന് വേണ്ടി നമുക്ക് കുറച്ചും കൂടി എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ അതായത് നമുക്ക് ആ എഫക്റ്റ് ആഡ് ചെയ്ത് നമുക്കൊരു വീഡിയോ, അതായത് ഓൺ ദ ഗോ വീഡിയോയിൽ എഫക്റ്റ് ആഡ് ചെയ്ത് നമുക്ക് അത് റെക്കോർഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഫോട്ടോ മോഡ് വരികയാണെങ്കിൽ പിന്നുള്ളത് നമുക്ക് ഈ ടോപ്പിലുള്ള ഈ ഓറിയൻറ്റഡ് നമുക്ക് HDR, ഫ്ലാഷ് അങ്ങനത്തെ തരാം. അതിനൊപ്പം തന്നെ ഒരു മോർ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ, മാക്രോ മോഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു പ്രോ കളറാണ്. അതായത് നമ്മൾക്ക് ഒരു നാച്ചുറൽ കളറിൽ നിന്ന് കുറച്ചും കൂടിയൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി മോഡാണെങ്കിൽ നമ്മളുടെ സ്കിൻ ടോൺ അങ്ങനത്തെ കളറെല്ലാം കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലൊരു എഫക്റ്റ് തരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം ഇമേജ് സാമ്പിൾസ് ഉണ്ട്. നമുക്കതെല്ലാം ഒരു ഇമേജ് സാമ്പിൾസ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും.
ഓക്കെ, ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് മറ്റൊരു ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇവർ പോക്കോ X3 അവർ സൂപ്പർ സ്റ്റേഡിയം മോഡ് വരുന്നുണ്ട്. അതായത് ഇമേജ് സ്റ്റെബിലൈസേഷൻ. നമ്മൾക്കിപ്പോൾ സ്ലോ മോഷൻ വീഡിയോ ആണെങ്കിലും ഇപ്പോൾ നോർമൽ വീഡിയോ ആണെങ്കിലും നമ്മളുടെ ഇപ്പോൾ നമ്മൾ നോർമൽ ഫോൺ പിടിക്കുമ്പോൾ ഉള്ള കൈയുടെ ഷേക്കിങ്, പിന്നെ നമ്മൾ നടക്കുമ്പോഴുള്ള ആ മൂവ്മെൻറ്റ്, അതെല്ലാം ഇത് ഇൻബിൽറ്റ് അവോയ്ഡ് ചെയ്ത് നല്ലൊരു എഫക്റ്റിലൊരു വീഡിയോ, അതായത് നോർമൽ ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സൂപ്പർ സ്റ്റഡി മോഡ് നല്ലൊരു ഫീച്ചറാണ് ഇവർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയാനുള്ള കണക്ടിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് OTG എനേബിൾഡ് ആണ്. അതായത് ഇത് Type-C പോർട്ടിൽ OTG എനേബിൾഡ് ആണ്. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജാണ്. നമുക്കിപ്പോൾ പെൻഡ്രൈവ് അങ്ങനത്തെ എക്സ്റ്റേണൽ സ്റ്റോറേജ് മീഡിയാസ് കണക്ട് ചെയ്യാം. വേണമെങ്കിൽ ഡുവൽ OTG കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ ടു ഫോൺ കണക്ട് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാം. കാരണം ഈ പോക്കോ X3 റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉള്ളതാണ്. നമുക്കൊരു വേണമെങ്കിൽ ഒരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ IR ബ്ലാസ്റ്റർ ഉണ്ട്, നമുക്ക് ഇൻഫ്രാറെഡ് സെൻസർ ഉണ്ട്, നമുക്ക് ഒരു ഇൻബിൽറ്റ് റിമോട്ട് കൺട്രോൾ ആപ്ലിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതൊരു റിമോട്ട് പോലെ, ഈ ഫോണിന് ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഉപയോഗിക്കാം. TV, AC, ഇപ്പോൾ ലേറ്റസ്റ്റ് സീലിംഗ് ഫാൻസ് വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിലുള്ളത്. പിന്നെ ഇതൊരു 4G ഫോണാണ്. അപ്പോൾ 5G ഫോൺ നോക്കുന്നത്, അത് 5G ഫോൺ നോക്കുന്നവർക്ക് ഇതെനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു 4G ഫോണാണ്. പിന്നെ ഇതിലുള്ളത് നമ്മളുടെ എപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് 3.5mm ഓഡിയോ ജാക്ക്, ഹെഡ്സെറ്റ് ജാക്ക്, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി. പിന്നെ ഇതിൻ്റെ സെൻസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെൻസേഴ്സും ഇതിൽ നമുക്ക് തരുന്നുണ്ട്. അതായത് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, പിന്നെ ബാക്കി നമ്മളുടെ പ്രോക്സിമിറ്റി സെൻസർ, അങ്ങനത്തെ എല്ലാ സെൻസേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ X3യുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, ഫിസിക്കൽ ഓവർവ്യൂവിൽ എനിക്ക് തോന്നിയത്, ഒന്ന് ഇതിൻ്റെ വെയിറ്റ് 225 ഗ്രാം വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ബൾക്കി ഫീലിംഗ്, കാരണം ഞാൻ ഈ ഒരു ബാക്ക് കവറോട് ഇട്ടപ്പോൾ ഉള്ള ഒരു ബൾക്കി ഫീലിംഗ് ഉണ്ട് കുറച്ചും കൂടി. കാരണം നമ്മുടെ കയ്യിലൊരു ബൾക്കായിട്ട് നിൽക്കും. പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കലായിട്ടൊരു ഡിസഡ്വാൻറ്റേജ്. വേറെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ മേടിക്കാൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഏതൊക്കെ ഫോണുണ്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ Realme 7 Pro ആണ് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ. അപ്പോൾ എങ്ങനെയുള്ളവർ ആ ഒരു ഫോൺ എടുക്കുക. ഇപ്പോൾ നമുക്കൊരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ വേണം, പിന്നെ ഇൻബിൽറ്റ് ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റ് വേണം, പിന്നെ കുറച്ചും കൂടി ചാർജർ, അതായത് ചാർജർ ഒപ്റ്റിമൈസ് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് വേണം. അങ്ങനത്തെ കുറച്ച് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ Realme 7 Pro നമുക്ക് നോക്കാം. കാരണം അവിടെ നമുക്ക് 65 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഈ പറഞ്ഞ ബൾക്കി ഫീലിങ്ങും പിന്നെ വെയിറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. അതാണ് ഡയറക്റ്റ് ഒരു കോമ്പറ്റീറ്റർ. പിന്നുള്ള ഒരു കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കോ X2 ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ ബൾക്കി ഫീലിംഗ് അങ്ങനെയില്ല. പിന്നെ കുറച്ച് കാര്യങ്ങളിൽ, അതായത് പ്രൊസസ്സറിൻ്റെ കാര്യങ്ങളിലും ബാറ്ററിയുടെ കാര്യങ്ങളിലും നമ്മൾ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം. കാരണം അവിടെ ഇതെല്ലാം, അതായത് പ്രോസസ്സർ 730, പിന്നെ ബാറ്ററി ആണെങ്കിൽ 4000 mAh ഉള്ളു. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതെല്ലാം ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളത്, പിന്നെ X2-ലുള്ളത് വേറെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ സെൽഫി ക്യാമറ ഉണ്ട്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയും കുറച്ച് കാര്യങ്ങൾ തന്നെ ഞാൻ ജസ്റ്റ് ഇത് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമ്മളെപ്പോഴും ലേറ്റസ്റ്റ് വെർഷനാണ്, കാരണം എല്ലാ ലേറ്റസ്റ്റ് ഓപ്ഷൻസും ഫീച്ചേഴ്സും എല്ലാം ഉള്ളത് X3-ലാണ്. ഞാൻ പിന്നെ ജസ്റ്റ് ആ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് X2-നെ കൺസിഡർ ചെയ്തെന്നുള്ളൂ. അതെല്ലാം തന്നെയാണ് ഇതിൻ്റെ X3-യുടെ മെയിൻ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.